ഹലോ, അപ്പോൾ നമുക്കിന്ന് ഡെസിമൽസിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഡെസിമൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ, തെറ്റിപ്പോകുമെന്ന് വളരെ സംശയമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഡെസിമൽ എന്ന് ഒഴിവാക്കിയാൽ മതി. അതായത് ഒരു എക്സാമ്പിൾ കാണിക്കാം. അതായത് 0.1 ഇൻറ്റു 0.5 നിങ്ങൾക്ക് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ 0.1 എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി എങ്ങനെയാണ്, എത്ര ഡെസിമൽ ഉണ്ട്, അതായത് പോയിന്റിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ എന്ന് കൊടുക്കുക. ഇനി ഡെസിമൽ ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ട്, ഒരു നമ്പർ ഉണ്ട്. സോ ഒരു 0 ഉള്ള നമ്പർ ഏതാ, 10. അപ്പോൾ 1/10 എന്ന് എഴുതും. ഓക്കെ അല്ലേ? ഇനി ഇൻറ്റു ഇതേപോലെ നമ്മൾ 0.5 എഴുതുകയാണെങ്കിലോ, പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ 5 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 0.5 ഒരു എലമെന്റ് ആണ് പോയിന്റിന് ശേഷമുള്ളത്. സോ ഒരു 0 ഉള്ളത് 10 ആണ്. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, 5 × 1 ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ 5 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 10 × 10 ദാറ്റ് ഈസ് 100 എന്ന് കിട്ടും. ഇനി ഇതിനെ എങ്ങനെയാ തിരിച്ച് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക? എങ്ങനെയാ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക? 5 ഡിവൈഡഡ് ബൈ 2 zeros ഉള്ള നമ്പർ കൊണ്ട് ചെയ്യുന്നുണ്ട്. സോ 2 ഡെസിമൽ വരണം. 2 ഡെസിമൽ. അപ്പോൾ ഇവിടെ 5 എന്ന് തന്നെ എഴുതിയിട്ട് ഇവിടെ ഇങ്ങോട്ട് 2 പോയിന്റ്സ് കഴിഞ്ഞിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ 5 കഴിഞ്ഞ ഒരെണ്ണം എടുക്കാനില്ലെങ്കിൽ നമ്മൾ ഒരു വാല്യൂ ഇല്ലാത്ത നമ്മുടെ 0 ഉണ്ടല്ലോ, 0 ഇട്ട് കൊടുക്കുക, ഇവിടെ 0 ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.05 നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ ആണോ?